തീർച്ചയായിട്ടും വളരെ മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് NDA 12 സീറ്റിലേക്ക് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാന ഘടകത്തിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചു എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ്. പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് NDA നിർദ്ദേശിച്ചിരുന്നത്. അവരെല്ലാവരും തന്നെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള സന്തോഷം ഞാൻ ആദ്യമേ പങ്കുവയ്ക്കുകയാണ്. തിരുവനന്തപുരത്ത് പ്രഗത്ഭനായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇടം പിടിച്ചിരിക്കുകയാണ്. ആറ്റിങ്ങലിൽ ശ്രീ V. മുരളീധരൻ, അദ്ദേഹവും കേന്ദ്രമന്ത്രിയാണ്. ജനങ്ങൾക്കിടയിൽ വളരെ സ്വീകാര്യതയുള്ള പേരുകളാണ്. തൃശൂരിൽ നേരത്തെ തന്നെ കഴിഞ്ഞ തവണ തന്നെ മത്സരിച്ചിരുന്ന പ്രമുഖനായിട്ടുള്ള ചലച്ചിത്ര താരം സുരേഷ് ഗോപിയെ തന്നെ വീണ്ടും പരിഗണിച്ചു എന്നുള്ളതും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. എല്ലാ മണ്ഡലങ്ങളിലും വലിയ തോതിൽ മുന്നേറ്റം നടത്താൻ സാധിക്കുന്ന ജനപ്രിയരായിട്ടുള്ള നേതാക്കളെയാണ്, ജനകീയരായിട്ടുള്ള നേതാക്കളെയാണ് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വച്ചിരുന്നത്. പത്തനംതിട്ടയിൽ കോൺഗ്രസിൽ നിന്ന് പുതുതായി BJPയിൽ ചേർന്ന AK ആന്റണിയുടെ മകൻ കൂടിയായിട്ടുള്ള സി അനിൽ ആന്റണിക്കും സ്ഥാനാർത്ഥിത്വം ലഭിച്ചു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാതിനിധ്യം നൽകിയിരിക്കുന്നു. മതന്യൂനപക്ഷങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിച്ചിരിക്കുന്നു. സ്ത്രീകൾക്കും അതുപോലെ ദുർബല ജനവിഭാഗങ്ങൾക്കും വലിയ തോതിൽ പരിഗണന ലഭിച്ചിരിക്കുന്നു. മറ്റ് രണ്ട് മുന്നണികളും നൽകിയതിനേക്കാൾ കൂടുതൽ പരിഗണന സ്ത്രീകൾക്കും യുവാക്കൾക്കും ഞങ്ങൾ നൽകിയിരിക്കുന്നു. ചെറുപ്പക്കാരാണ് കൂടുതൽ സ്ഥാനാർത്ഥികൾ. കാസർഗോഡ് മത്സരിക്കുന്ന ML അശ്വിനി ചെറുപ്പക്കാരിയാണ്. വടകരയിൽ പ്രഫുൽ കൃഷ്ണൻ യുവമോർച്ചയുടെ പ്രസിഡന്റാണ്. യുവാക്കൾക്കും സ്ത്രീകൾക്കും അതുപോലെ മതന്യൂനപക്ഷങ്ങൾക്കും വലിയ തോതിൽ മലപ്പുറത്ത് മുൻ VC ആയിട്ടുള്ള ഡോക്ടർ അബ്ദുൾ സലാമിനെ പരിഗണിച്ചിരിക്കുന്നു. അങ്ങനെ ആകെ കൂടെ നോക്കിയാൽ വളരെ സമീകൃതമായിട്ടുള്ള ഒരു പട്ടികയാണ് NDA BJP കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നത്. വലിയൊരു യുദ്ധത്തിന് തയ്യാറെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആത്മവിശ്വാസത്തോടെ ജനങ്ങളെ നേരിടാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ മത്സരിപ്പിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും. വലിയ തോതിൽ സീറ്റുകൾ നേടാൻ കഴിയുന്ന തരത്തിലുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. മാറ്റത്തിന്റെ തുടക്കമായിരിക്കും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇത്തവണ NDAക്ക് നിരവധി സ്ഥാനാർത്ഥികൾ താമര വിരിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. ബാക്കിയുള്ള 8 മണ്ഡലങ്ങളിലൂടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ യുദ്ധത്തിന് തയ്യാറായി വളരെ ശക്തമായിട്ടുള്ള പോർക്കളത്തിൽ വളരെ ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ്. പാർട്ടിയിൽ ചുമതലയുള്ള നിരവധി ആളുകളെ പരിഗണിച്ചിട്ടുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ MT രമേശിനെ കോഴിക്കോട് പരിഗണിച്ചിട്ടുണ്ട്. ഏറ്റവും ശക്തയായിട്ടുള്ള വനിതാ നേതാവ് ശ്രീമതി ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ മത്സരത്തിന് പരിഗണിച്ചിരിക്കുന്നു. ഇവിടെയെല്ലാം ഇത്തവണ BJPക്ക് വലിയ വിജയസാധ്യതയാണ്, NDAക്ക് വലിയ വിജയസാധ്യതകളാണ്. ആ സ്ഥലങ്ങളിലെല്ലാം അതിന് പറ്റിയ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാൻ പാർലമെന്ററി ബോർഡിനോടും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തോടും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയോടും അതുപോലെ അമിത്ഷാജിയോടും പാർട്ടി അധ്യക്ഷൻ ശ്രീ JP നദ്ദയോടുമെല്ലാം കേരളത്തിലെ പാർട്ടി പ്രവർത്തകരുടെ സന്തോഷം അറിയിക്കുകയാണ്, പ്രത്യേകമായി നന്ദി പറയുകയാണ്. വിജയസാധ്യതയുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെ ഞങ്ങൾക്ക് നൽകിയത് സന്തോഷം നൽകുന്ന കാര്യം തന്നെ. അല്ല, പേരുകൾ നിങ്ങൾ പല പേരുകളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാണ് NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയും സീറ്റുകൾ ബാക്കിയുണ്ട്. അവിടെ ആരൊക്കെ മത്സരിക്കുമെന്നുള്ളത് നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് പ്രവചിക്കാൻ കഴിയില്ല. എന്തായാലും നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നല്ല മിടുക്കന്മാരായിട്ടുള്ള മിടുക്കികളായിട്ടുള്ള വിജയസാധ്യതയുള്ള ജനങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് NDA നിർത്തിയിരിക്കുന്നത്. LDFനെ പോലെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയതല്ല, പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളല്ല. UDFനെ പോലെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട സ്ഥാനാർത്ഥികളല്ല, ജനങ്ങളിൽ കൂടുതൽ അടുത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് ചർച്ച ചെയ്ത് പൂർണ്ണമായിട്ടുള്ള പരിഗണന പരിശോധിച്ചതിന് ശേഷമാണ് അവർ സ്ഥാനാർത്ഥികളെ അന്തിമമായി പ്രഖ്യാപിക്കുന്നത്. പ്രസിഡന്റിന്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ. വീണ്ടും വീണ്ടും നിങ്ങളാണല്ലോ ഈ സംശയം ഉണ്ടാക്കുന്നത്. കാരണം ആരൊക്കെ മത്സരിക്കണം, ആരൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകണം, ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഞങ്ങളുടെ പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്, അതിൻ്റെതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളെല്ലാം തന്നെ പാർട്ടി സംസ്ഥാന ഘടകവും കേന്ദ്ര നേതൃത്വവും തമ്മിൽ ആലോചിച്ച് വ്യക്തമായി എടുത്ത തീരുമാനങ്ങളാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, മത്സരരംഗത്ത് ഞാൻ കഴിഞ്ഞ തവണ മത്സരിച്ച പത്തനംതിട്ടയിൽ മത്സരിക്കാനില്ല എന്നുള്ള കാര്യം
നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചതാണ്. അവരത് പൂർണ്ണമായിട്ടും സ്വീകരിച്ചു. അതിനിടയിൽ വന്ന വാർത്തകളെല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടികൾ മാത്രമായി. ഈ ചാലക്കുടി എറണാകുളമൊക്കെ നിലവിൽ കഴിഞ്ഞിരിക്കുകയാണോ? വലിയ തോതിൽ മോദിജിയെ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടതാണ്, 2 അക്കത്തിൽ കുറയാത്ത സീറ്റുകളിൽ ഇത്തവണ. ഞാൻ പറഞ്ഞല്ലോ, ഇത്തവണത്തെ മെയിൻ കണ്ടൻഡർ NDA ആയിരിക്കും. LDFനും UDFനും പ്രസക്തിയില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. എന്തിനാണ് അവർ മത്സരിക്കുന്നത്? എന്തിനാണ് അവർ പരസ്പരം മത്സരിക്കുന്നത്? ഒരു IND മുന്നണിയിലെ 2 കക്ഷികളാണല്ലോ. ആ കക്ഷികൾ പരസ്പരം എന്തിനാണ് മത്സരിക്കുന്നത്? ഈ ചോദ്യം ജനങ്ങൾക്കിടയിൽ വളരെ ശക്തമാണ്. ഇത് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്, നിയമസഭയിലേക്കോ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന MPമാരെ വേണം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹമാണ്. കാരണം ഇവിടെ വികസനം സാധ്യമാവണമെങ്കിൽ മോദിയോടൊപ്പം നിൽക്കുന്ന MPമാർ വേണം. പ്രധാനമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ കഴിയുന്ന ജനപ്രതിനിധികളെ ആയിരിക്കും ഇത്തവണ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുത്തയക്കുക. ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ സത്യാഗ്രഹമിരിക്കാനുള്ള പാഴ് MPമാരെ ഇവിടുന്ന് അയച്ചതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണ അവർ NDA MPമാരെയാണ് തെരഞ്ഞെടുത്തയക്കാൻ. എല്ലായിടത്തും നിങ്ങൾക്ക് ആളുകളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ ആദ്യം ആളുകളെക്കുറിച്ച് പരിശോധിക്കണം. എല്ലായിടത്തും അവർ ബ്ലോക്ക് പഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. നിങ്ങൾ ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ. ജനങ്ങളെ സംബന്ധിച്ച് വളരെ സ്വീകാര്യതയുള്ള നേതാക്കളെയാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അല്ല, അത് നിങ്ങൾ ഈ കുറച്ച് ദിവസമായിട്ട് ഇതേ ചോദ്യം തന്നെ ചോദിക്കില്ല. കാര്യങ്ങളെ സംബന്ധിച്ച് PC ജോർജ് നിരുപാധികമാണ് NDAയിൽ ചേർന്നത്. അദ്ദേഹം ഒരു തരത്തിലുള്ള ഉപാധികളും മുന്നോട്ട് വച്ചിട്ടില്ല. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടുള്ള ധാരണകളുണ്ട്. അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള പരിഗണന കേന്ദ്ര നേതൃത്വം, സംസ്ഥാന BJP നേതൃത്വം, PC ജോർജ് BJPയിലേക്ക് ചേർന്നതുകൊണ്ട് വലിയ തോതിൽ അർഹമായിട്ടുള്ള പരിഗണന അദ്ദേഹത്തിന് ലഭിക്കും. അദ്ദേഹം മത്സരിക്കണോ വേണ്ടയോ ഈ കാര്യങ്ങളെല്ലാം കേന്ദ്ര നേതൃത്വം വളരെ ആലോചിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കുത്തിത്തിരിപ്പുകളും നിങ്ങൾ ശ്രമിക്കേണ്ട. ഞങ്ങളെ സംബന്ധിച്ച് പുതുതായി പാർട്ടിയിൽ ചേർന്നവർക്കെല്ലാം വലിയ പരിഗണന കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ആ പരിഗണന എല്ലാവർക്കും ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കെന്തായാലും സംശയമില്ല. ഇനി എണ്ണിയാൽ അറിയാലോ, വയനാട്, ആലത്തൂര്, കൊല്ലം, പിന്നെ ചാലക്കുടി, എറണാകുളം, ഇടുക്കി, കുറെ സീറ്റുകളുണ്ട്. ഞാൻ പറഞ്ഞുതരാം വേണമെങ്കിൽ. 8. അല്ല, BDJSന്റെ കാര്യത്തിൽ അന്തിമമായിട്ടുള്ള ഒരു ധാരണ വൈകാതെ ആവും. ഞങ്ങൾ പ്രപ്പോസൽ പറഞ്ഞിട്ടുണ്ട്. BDJSുമായിട്ടുള്ള ഞങ്ങളുടെ ഉഭയകക്ഷി ചർച്ച കേരളത്തിൽ പൂർത്തിയായി. അതിന്റെ മുഴുവൻ വിവരങ്ങളും ഞങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. പാർലമെന്ററി ബോർഡിന് മുമ്പാകെ, ദേശീയ അധ്യക്ഷന് മുമ്പാകെ കൃത്യമായിട്ട് ഘടകകക്ഷികൾക്ക് ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി ദില്ലിയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് BDJSും BJPയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. അവരുടെ സീറ്റുകളെ സംബന്ധിച്ചും വൈകാതെ ധാരണയാവും. NDA മുന്നണിക്കകത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് ആരും മനപ്പായസം ഉണ്ണേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ്, NDA ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ ഘടകകക്ഷികളും വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലുണ്ടാവും. ഇനിയും മണ്ഡലങ്ങളുണ്ടെന്ന്, ഇനിയും മണ്ഡലങ്ങൾ ധാരാളമുണ്ട്. ആ മണ്ഡലങ്ങളിലെല്ലാം ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെ വരും. കാരണം ഇന്ന് 190-ലധികം സീറ്റുകൾ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. 540 സീറ്റുകൾ ഇനിയും കേന്ദ്രം പ്രഖ്യാപിക്കാനുണ്ട്. തിരക്ക് പിടിക്കില്ല. രാഹുൽ ഗാന്ധിയുടെ വരട്ടെ, രാഹുൽ ഗാന്ധി വരട്ടെ. അപ്പോഴേ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ അതിനെ പറ്റിയ ആളെ ഞങ്ങൾ മത്സരിപ്പിക്കും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഘടകകക്ഷികൾക്ക് എത്ര സീറ്റ് കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട്. അപ്പൊ ആ സീറ്റുകൾ ഘടകകക്ഷികൾ കൊടുക്കും. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ BJP തന്നെ മത്സരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇനിയുള്ള 8 സീറ്റിൽ ഘടകകക്ഷികൾക്ക് ഒരു ഘടകകക്ഷിക്ക് മാത്രമാണ് ഇത്തവണ സീറ്റുള്ളത്. അത് BDJSനാണ്. BDJS എത്ര സീറ്റിൽ മത്സരിക്കുമോ ബാക്കി സീറ്റുകളിലെല്ലാം BJP തന്നെ മത്സരിക്കും. ഇതിനോടകം തന്നെ എതിർപ്പ് പരസ്യമായി കഴിഞ്ഞു. ഈ IK ആന്റണിയെ ആർക്കറിയാം എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കാനില്ല. കാരണം ഇതെല്ലാം തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുള്ളൂ. ഇനി 50-60 ദിവസമുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെ ഒന്നുമില്ല. ഇതൊന്നും BJPയുടെ പരിഗണനകൾ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങുന്ന പാർട്ടിയല്ല BJP. ഞങ്ങൾക്ക് ഞങ്ങളതായിട്ട് നിലപാടുണ്ട്. എവിടെ ഇപ്പൊ തന്നെ 3 പ്രഖ്യാപിച്ചു ഞങ്ങള്. ശോഭാ സുരേന്ദ്രൻ സ്ത്രീയല്ലേ, ML അശ്വിനി സ്ത്രീയല്ലേ, നിവേദിത സുബ്രഹ്മണ്യ സ്ത്രീയല്ലേ, 3 സ്ത്രീ. LDF എത്ര കൊടുത്തിട്ടുണ്ട്? എന്താ മിണ്ടാത്ത? 20 പ്രഖ്യാപിച്ചിട്ട് 2 ഉള്ളൂ. കോൺഗ്രസ് എത്ര കൊടുക്കും? കാണാമല്ലോ. LDFും UDFും കൊടുക്കുന്നതിനേക്കാൾ വനിതകൾക്ക് അവസരം NDA കൊടുക്കും. നേരത്തെയും കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുക്കും.
ഞങ്ങൾ സ്ത്രീകൾക്ക് 33% സംവരണം നിയമമാക്കിയ പാർട്ടിയാണ്. കോൺഗ്രസ് അതിനെ പാരവെച്ച പാർട്ടിയാണ്. കോൺഗ്രസിന് കാണാം എത്ര വനിതകളുണ്ടാവും. സ്ത്രീകളെ പ്രതീക്ഷിക്കാം പട്ടികയിൽ. ഞങ്ങളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം എപ്പോഴും കൊടുക്കുന്ന പാർട്ടിയാണ്. ദുർബല വിഭാഗങ്ങൾക്ക്, പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക്, സ്ത്രീകൾക്കെല്ലാം നല്ല പരിഗണന കൊടുക്കുന്ന പാർട്ടിയാണ്. മോദിയുടെ പാർട്ടി അങ്ങനെയുള്ള പാർട്ടിയാണ്. കോൺഗ്രസിലെ ഒരു കുടുംബമാണ് എല്ലാം തീരുമാനിക്കുന്നത്. പാർട്ടിയിൽ ഞങ്ങൾ എല്ലാവരും ചേർന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പ്രസിഡന്റോട് കാര്യം ഇപ്പൊ ഈ നിരുപാധികം എന്നൊക്കെ പറയുമ്പോഴും പി സി ജോർജ് ഒന്നും കാണാത്തതിനകത്ത് നിങ്ങളുടെ ഇതിനൊന്നും ഞാൻ എന്റെ വ്യക്തമായ മറുപടി പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്ര നേതൃത്വം ആണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അന്തിമമായ തീരുമാനം എടുക്കുന്നത്. ബാക്കിയുള്ള ചർച്ചകളൊക്കെ പിന്നീടാവും. അല്ല, നിങ്ങൾ കൊടുത്ത പട്ടികയിൽ നിന്നാണ് കേന്ദ്രം ഇപ്പോൾ എടുത്തേക്കെന്നാണ് അല്ല, പറഞ്ഞിരിക്കുന്നത്. പട്ടിക 3 പേരുടെ പട്ടികയാണ് സാർ ഞങ്ങൾ കൊടുക്കുന്നത്. അല്ലാതെ ഒരാളുടെ പട്ടിക കൊടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാവരുടെയും കാര്യത്തിൽ ഞങ്ങളെടുത്ത പൊതു സമീപനം എല്ലാ മണ്ഡലങ്ങളിലും ചർച്ച ചെയ്ത് 3 പേരുടെ പട്ടികയാണ് എല്ലായിടത്തും കൊടുത്തത്. ബാക്കി LPC ഉണ്ടായിരുന്നു.